ജസറിൻ സാർ, എങ്ങനെയാണ് ഇതിന്റെ കളികളും കള്ളക്കളികളും കണക്കും എല്ലാം വരുന്നത്? എങ്ങനെയാണ് സാർ ഇതിന്റെ മറ്റുള്ള വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. സാങ്കേതികമായിട്ട് നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ശ്രീ ഷാജിമോൻ പറഞ്ഞപ്പോൾ അത് വളരെ വ്യക്തമായി. 1023 പേരെയാണ് പുനരധിവസിപ്പിക്കേണ്ടത്. ഈ 1023 പേർക്ക് വേണ്ടി എത്ര രൂപ ഇപ്പോൾ കയ്യിലുണ്ട് എന്നുള്ള കണക്ക് ഞാൻ കൃത്യമായിട്ട് പറയാം. 665 കോടി രൂപ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട്. അതുകൂടാതെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ ഏൽപ്പിച്ച 445 കോടി രൂപയുണ്ട്. ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് എന്ന് പറയുന്നത് യാതൊരു നൂലാമാലകളും നിയമ തടസ്സങ്ങളും പ്രോട്ടോകോളും നടപടിക്രമങ്ങളും ഒന്നുമില്ലാതെ സംസ്ഥാന സർക്കാരിന് ദുരന്ത മുഖത്ത് ഇഷ്ടം പോലെ ചെലവഴിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി കൊടുക്കുന്ന ഫണ്ടിന്റെ പേരാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട്. ഇത് കേന്ദ്രം കൊടുക്കുന്നതാണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നതിന്റെ 75% കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അത് കൂടാതെയാണ് ഈ 445 കോടി രൂപ മിറ്റിഗേഷൻ ഫണ്ട് ഉള്ളത്. ഞാൻ ആ ദുരിതാശ്വാസ ഫണ്ടിന്റെ കാര്യം മാറ്റിവെക്കുന്നു. അതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട്, സംസ്ഥാന സർക്കാരിന് തർക്കങ്ങളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായിട്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾ കൊടുത്ത പണം 665 കോടിയുണ്ട്. സംസ്ഥാനത്തിന് സർവ്വസ്വാതന്ത്ര്യമായിട്ട് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്ന മിറ്റിഗേഷൻ ഫണ്ട് 445 കോടിയുണ്ട്. BJPയുടെ സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുത്ത 70 കോടി രൂപ കയ്യിലുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 1180 കോടി രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കൈവശം വളരെ ഫ്രീ ആയിട്ട് ഉണ്ട്. ഇവിടെ എത്ര പേരെയാണ് പുനരധിവസിപ്പിക്കേണ്ടത്? 1023. 1023 കഴിഞ്ഞ് 1180 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 150 കോടി രൂപ അധികം ഇപ്പോൾ ഉണ്ട്. ഒരാൾക്ക് 1 കോടി രൂപ വെച്ച് കൊടുത്താൽ പോലും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ 158 കോടി രൂപ പിന്നെയും മിച്ചമുണ്ട്. ഇതാണ് ഇവിടുത്തെ സാമ്പത്തിക യാഥാർത്ഥ്യം. ഇത് വളരെ സിമ്പിളായ കണക്കല്ലേ? ഇത് ഞാൻ എല്ലാ ചാനലുകളിലും ചോദിക്കുന്ന ഒരു കണക്കാണ്. ആർക്കും മറുപടിയില്ല. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസുമായിട്ട് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ ജോൺ ബ്രിട്ടാസിനും മറുപടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണക്ക് കയ്യിൽ നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഗവൺമെന്റ് HMLന്റെ ഭൂമി എടുക്കാൻ പോകുന്നത്? ഞാനൊരു പഴയ സംഭവം ഓർമ്മിപ്പിക്കാം. പഴയതല്ല, ശബരിമല വിമാനത്താവളത്തിന് ഭൂമി എടുക്കാൻ വേണ്ടി സർക്കാർ പോയപ്പോൾ യോഹന്നാൻ മെത്രാപ്പൊലീത്തയുടെ ഭൂമി തന്നെ എടുക്കുള്ളൂ. കാരണം HMLന്റെ കാര്യം പറഞ്ഞ പോലെ പാട്ടക്കാലാവധി കഴിഞ്ഞ് സർക്കാർ തിരിച്ചെടുക്കേണ്ടതായ ഭൂമിയായിരുന്നു മെത്രാപ്പൊലീത്ത യോഹന്നാന്റെ കയ്യിലുണ്ടായിരുന്നത്. അതെടുക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ, അത് പാട്ടക്കാലാവധി കഴിഞ്ഞ സർക്കാരിന്റെ ഭൂമിയാണ്. പക്ഷേ അത് ഗവൺമെന്റ് വീണ്ടും വില കൊടുത്തെടുക്കുകയാണ്. യോഹന്നാന്, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ സഭയ്ക്ക് വീണ്ടും വില കൊടുത്തെടുക്കുകയാണ്. ആ വിലക്കകത്ത് കമ്മീഷൻ അടിക്കാം, അല്ലെങ്കിൽ പപ്പാതിയോ അല്ലെങ്കിൽ 80-20യോ എങ്ങനെയെങ്കിലും അവർക്ക് ഒത്തുതീർപ്പുണ്ടാക്കി CPMന്റെ നേതാക്കന്മാർക്ക് പണമുണ്ടാക്കാനും ജനങ്ങളെ കൊള്ളയടിക്കാനും ഖജനാവ് മോഷ്ടിച്ചുകൊണ്ട് പോകാനുമുള്ള പണിയായിരുന്നു. അപ്പോൾ ശബരിമലയിൽ കണ്ട അതേ കള്ളക്കളിയാണ് ഇപ്പോൾ ഇവിടെയും കാണുന്നത്. HML കേസ് കളിക്കുകയാണ്. കാരണം അവരുടെ കാലാവധി കഴിഞ്ഞതാണ്. അപ്പോൾ അവരുടെ പണം, അവരുടെ സ്ഥലം പണം കൊടുത്ത് സർക്കാർ മേടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിയമപരമായി അവർക്ക് ഈ രാജ്യത്തുള്ള മുഴുവൻ ഭൂമികളിൽ മേലും പറയാൻ പറ്റും, കണ്ടോ സർക്കാർ ഞങ്ങൾക്ക് വില തന്നിട്ടാണ് വാങ്ങിയത്, അപ്പോൾ ഞങ്ങളുടെ ഭൂമിയെല്ലാം ക്ലീൻ ആണ്, സർക്കാരിനെ ഏറ്റെടുക്കാൻ കഴിയില്ല. കോടതി പോയാൽ അവർക്ക് വലിയ ഗുണമാണ്. എന്തിനാണ് കാര്യം? ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണല്ലോ CPM-ഉം കോൺഗ്രസും. കോൺഗ്രസിന്റെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു, അവിടെ 100 വീട് വെച്ചു കൊടുക്കാൻ ഞങ്ങൾ പണം തരാൻ തയ്യാറാണ്. ഒരു കാര്യം ചെയ്യൂ,
നിങ്ങൾ ഭൂമി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഭൂമി വില കൊടുത്ത് മേടിച്ചോളാം, വില കൊടുത്ത് മേടിച്ച് ഞങ്ങൾ ഇവിടെ വീടുണ്ടാക്കി കൊടുത്തോളാം. പറഞ്ഞത് BJP അല്ല, കോൺഗ്രസിന്റെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആണ് പറഞ്ഞത്. 100 വീട് ഞങ്ങൾ വെച്ചു കൊടുക്കാം, ഭൂമി ഞങ്ങൾ മേടിച്ചോളാം, ഞങ്ങൾക്ക് ഈ പറഞ്ഞ HML ആയിട്ട് ഗുസ്തി കളിക്കേണ്ട കാര്യമില്ല, ആകെപ്പാടെ ഒരു അനുമതി തന്നാൽ മതി. അതായത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ CPM ഭരിക്കുന്ന സംസ്ഥാനത്ത് അതേ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി 100 വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ ഭൂമി മേടിച്ച് ഞങ്ങൾ വീട് വെച്ച് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തോളാമെന്ന് പറഞ്ഞപ്പോ അത് വേണ്ട, കാശ് ഇങ്ങ് തന്നാ മതി എന്നായിരുന്നു പിണറായി വിജയന്റെ മറുപടി. അപ്പോൾ ഇതിന്റെ പുറകിലുള്ള താല്പര്യം എന്താണ് എന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനാണ്? ഏതൊരു പ്രശ്നം വരുമ്പോഴും ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുക, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെക്കുക, കോടതിയിൽ പോവുക, കേസിൽ കുരുക്കി വിഷയം അവിടെ ഇട്ടിട്ട് പോവുക. അപ്പൊ ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതോ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതോ അവരെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുന്നതോ ഒന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഇപ്പോൾ HML ആയിട്ട് കേസ് കളിക്കണം. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ സാമ്പത്തിക സഹായം മറ്റുള്ളവർ തരാമെന്ന് പറഞ്ഞാൽ പോലും അത് പൈസയായിട്ട് തരണം, വീടൊന്നും വേണ്ട, പൈസയായിട്ട് തരണം. എന്നാൽ കയ്യിലിരിക്കുന്ന 1180 കോടി രൂപയിൽ തൊടാനും പാടില്ല. എന്നിട്ട് ഈ പണം എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് കേന്ദ്രത്തിന്റെ കുറ്റമാണ്. കേന്ദ്രത്തിനെതിരെ ധാരാളം കുറ്റങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറഞ്ഞതാണ് വിമാനത്തിന്റെ കൂലി ചോദിച്ചു എന്നുള്ളത്. ഞാൻ അതിന്റെ കാര്യം വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പൊ കത്തി നിൽക്കുന്ന വിഷയം അതാണ്, വിമാനത്തിന്റെ കൂലി ചോദിച്ചു. എന്തൊരു നരാധവന്മാരാണ്! ജനങ്ങളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിമാനം പറപ്പിച്ചിട്ട് അതിനൊക്കെ കൂലി ചോദിക്കാമോ സംസ്ഥാന സർക്കാരിനോട് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തില് കൃത്യമായിട്ട് ഞാൻ ആദ്യം തന്നെ പറയാം, വിമാനത്തിന്റെ കൂലി ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. ആ കൂലി കൊടുക്കാനുള്ള പൈസ ഇങ്ങോട്ട് തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു ചില്ലി പൈസ കേന്ദ്രത്തിന് വേണ്ട. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ നാട്ടിലെ സർക്കാർ ഓഫീസുകൾ ഉണ്ടല്ലോ, താലൂക്ക് ഓഫീസ് കേരള സർക്കാരിന്റെ, ഇലക്ട്രിസിറ്റി ഓഫീസ് കേരള സർക്കാരിന്റെ, വാട്ടർ അതോറിറ്റി കേരള സർക്കാരിന്റെ എന്ന് കരുതി താലൂക്ക് ഓഫീസിലെ കറണ്ട് ബില്ല് താലൂക്ക് ഓഫീസിൽ നിന്ന് KSEBിയിൽ അടക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെ താലൂക്ക് ഓഫീസിൽ വെള്ളം എടുക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ ബില്ല് താലൂക്ക് ഓഫീസിൽ നിന്ന് വാട്ടർ അതോറിറ്റിയിൽ അടക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തിനാണ് ഞങ്ങളോട് കറണ്ട് ബില്ല് ചോദിക്കുന്നത്? ഞങ്ങൾ സർക്കാരല്ലേ, നിങ്ങളും സർക്കാരല്ലേ, പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ കറണ്ട് തന്നിട്ട് ബില്ല് ചോദിക്കുന്നത്, എന്തിനാ പൈസ ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ ഇത്. അപ്പോൾ ഇതൊക്കെ സാധാരണ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആ രീതിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംസാരിക്കുന്നു, മാധ്യമങ്ങൾ സംസാരിക്കുന്നു. കണ്ടോ എത്ര ക്രൂരമായിട്ടാണ് നരേന്ദ്രമോദി കേരളത്തോട് പെരുമാറുന്നത്. അവിടെ വന്ന് അവിടുത്തെ ജനങ്ങളെ കെട്ടിപ്പിടിച്ച് അവരുടെ കൂടെ മണിക്കൂറുകളോളം ചെലവഴിച്ചിട്ട് ഒരു കുറവുമില്ല, എന്ത് വേണേ തരാമെന്ന് പറഞ്ഞു പോയ പ്രധാനമന്ത്രി ഇപ്പൊ കണ്ടോ നമ്മളെ അവഗണിച്ചില്ലേ, വിമാനത്തിന്റെ കൂലി ചോദിച്ചില്ലേ, അരിയുടെ കാശ് ചോദിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോ സാധാരണ ജനങ്ങളെ പൊട്ടനാക്കാൻ പറ്റും. CPM പണ്ട് കോൺഗ്രസിന്റെ കയ്യിലിരുന്ന സഹകരണ ബാങ്ക് പിടിച്ചെടുത്ത ഒരു ഉദാഹരണം ഞാൻ പറയാം, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നടന്നതാ. അതായത് ഈ സഹകരണ ബാങ്കൊക്കെ അന്ന് ആദ്യകാലത്ത് ഉണ്ടാക്കിയിരുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ കേരള കോൺഗ്രസും കോൺഗ്രസും. അന്ന് CPM അതിനെതിരാ, കൊടി പിടിച്ച് സഹകരണ ബാങ്കിനെതിരെ ഭയങ്കര സമരം എല്ലാം കുറെ കഴിഞ്ഞു. അവസാനം വായ്പയും ലോണും എല്ലാം വേണം, ചിട്ടിക്കകത്ത് ചേരണം എന്നൊക്കെ വന്നപ്പോ പിന്നെ സമരമൊക്കെ നിർത്തി ഷെയർ എടുത്ത് സഹകരണ ബാങ്കിൽ ചേർന്നപ്പോഴും ഭരണം കിട്ടുന്നില്ല. അപ്പോൾ ഇവർ ചെയ്ത പണി എന്താണെന്നറിയോ? വാർഷിക റിപ്പോർട്ട് അച്ചടിച്ച് അംഗങ്ങൾക്ക് വിതരണം ചെയ്യും. ഈ വാർഷിക റിപ്പോർട്ട് സഹകരണ ബാങ്കിന്റെ ആണെങ്കിലും ഏത് സ്ഥാപനത്തിന്റെ ആണെങ്കിലും ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗം അതിനകത്തുണ്ട് വാർഷിക റിപ്പോർട്ടിൽ. ഈ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്? ഈ വർഷത്തെ ആകെ വരവ് ഇത്ര, ആകെ ചെലവ് ഇത്ര. ഈ വരവ് ചെലവ് കോളം അവസാനം വായിച്ചു നോക്കുമ്പോൾ തുല്യമാണ്. 13,26,618 രൂപ 15 പൈസ വരവ്, അത്രയും തന്നെ ചെലവ്. ഇത് സഖാക്കന്മാര് പൊതുയോധി വെച്ച് വായിക്കുകയാണ്. എന്നിട്ട് ജനങ്ങളോടൊരു ചോദ്യമാണ്, ഈ കണക്ക് എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ മേലെ ഇത് തട്ടിപ്പാണെന്ന്. അങ്ങനെ 13,12,145 രൂപ 15 പൈസ വരവുണ്ടെങ്കിൽ അത്രയും തന്നെ ചെലവ് ഇവന്മാർ ഒപ്പിച്ചു വെച്ചിരിക്കുന്നതല്ലേ. നമ്മളൊക്കെ വീട് നടക്കുന്നതല്ല, നമ്മുടെ വീട്ടിൽ എത്ര രൂപ വരവുണ്ട്, എത്ര രൂപ ചെലവുണ്ട്, ഇതുപോലെ 15 പൈസ വരെ കൃത്യമായിട്ട് വന്ന് വരവ് കോളവും ചെലവ് കോളവും ഒരുപോലെ ഇരിക്കുവോ എന്നൊരു ചോദ്യമാണ്. സാധാരണക്കാരൻ എടുത്തു നോക്കുമ്പോൾ ശരിയല്ലേ? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ സാങ്കേതികത്വം പൊതുജനത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരു BCom എങ്കിലും പഠിച്ചവരല്ലേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരു ചോദ്യമാണിത്, വിമാനത്തിന്റെ പൈസ ചോദിച്ചു എന്ന് പറയുന്നത്.